പടമാണ്. ഒരു നല്ല ഫാമിലി ഡ്രാമ പറയുന്ന, അതേപോലെ നല്ലൊരു പൊളിറ്റിക്കൽ ഏരിയ കൂടി കവർ ചെയ്യുന്ന ഒരു പടമാണ്. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക, അതിന്റെ എക്സ്പീരിയൻസ് നല്ലതായിരിക്കും. സിനിമ തുടങ്ങുന്ന പോലെ തീരുന്നവരെ ആദ്യം മുതൽ അവസാനം കാണിക്കുന്ന ഒരു കഥാപാത്രമുള്ള താങ്കൾ, അപ്പൊ അങ്ങനെ ഒരു സീൻ ഇത്ര വലിയ സിനിമയിൽ കിട്ടിയതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഈ പറഞ്ഞ ആദ്യമായി എന്നെ വിളിക്കുന്ന മുതൽ ഇതുവരെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് എന്നെ ആദ്യമായി ഞാൻ ബിഗ് സ്ക്രീനിൽ എന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ എന്റെ ഫാമിലിയുടെ കൂടെ കാണുമ്പോൾ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സും അറിഞ്ഞത് അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തത് ഒരുപാട് സന്തോഷം. ഇത് ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയാണെന്നുള്ള ആരോപണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന സിനിമയാണ്. പക്ഷെ സിനിമ കണ്ടിരുന്ന പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നാതിരിക്കാം. അപ്പൊ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സിനിമയാണ്. ഒരു വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് ആളുകൾ പ്രവർത്തിച്ച ഒരു സിനിമ. ആ സിനിമ എന്ന രീതിയിൽ കാണാൻ അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഹെഡുകളുണ്ടല്ലോ, അവരോട് ചേർന്നുണ്ട് എല്ലാവരും. എന്താണ് ഇനി കാണാൻ വരുന്ന പ്രേക്ഷകരോട് പറയുന്നത്? തീർച്ചയായിട്ടും ഒരു ഫാമിലി ഡ്രാമ. പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ മാത്രമാണ്, അതല്ലാതെ ഒരു ഫാമിലി ഡ്രാമ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പടമാണ്. ആ രണ്ട് ആസ്പെക്റ്റിലും വന്നിട്ട് വളരെ എൻജോയ് ചെയ്ത് വളരെ പെർഫോം ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല ഒരു മാസ് പടം പ്ലസ് മാസ് പ്ലസ് ക്ലാസ് പറയേണ്ടത്. സോറി, പറയുന്നത് കേട്ടിട്ടുള്ള അറിവാണ്. 2019 തുടങ്ങിയിട്ടുള്ള വർക്കാണ്. അപ്പോൾ സിനിമ ഷൂട്ടിങ് നമ്മൾ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഇത് ഇപ്പോൾ റിലീസ് ചെയ്തതാണ്. അല്ലാതെ എനിക്കത് ഇലക്ഷൻ ബന്ധപ്പെടുത്തിയിട്ട് റിലീസ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടെന്ന് തോന്നിയോ? അല്ല, ഇലക്ഷന്റെ ബേസ് അല്ല, ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റ് ആണെന്നേ ഉള്ളൂ. അതിലങ്ങനെ നമ്മളൊരു ഇന്ന പാർട്ടിക്ക് ഫേവർ അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്ക് ഒരു ഫേവർ അങ്ങനെ ഒരു പ്രൊപ്പഗണ്ട ഒന്നും ഇല്ലല്ലോ. ഒരു ന്യൂട്രൽ പടമാണ്. ഫാമിലിയാണ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. എങ്ങനെ ഒരു ഓഡിയൻസ് നിലയ്ക്ക് സിനിമ കാണുമ്പോൾ എന്താണ് തോന്നിയത്? ഭയങ്കര സന്തോഷത്തിന്റെ എന്താ പറയുക, നമ്മൾ ആദ്യം കാണുമ്പോൾ നമുക്ക് ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റില്ല. ഞാൻ വരുന്നുണ്ടല്ലോ ആഗ്രഹിച്ചിട്ടാണ് അല്ല, നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും, നമ്മൾ നന്നായി ചെയ്തിട്ടുണ്ടോ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പൊ അതായിരുന്നു കുറച്ചും കൂടെ ശ്രദ്ധ. പക്ഷെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. അതെ, ഇതിൽ ഇറങ്ങി പോകുന്ന ഇമോഷൻസിലൂടെ നമ്മളും കടന്നു പോകുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. എന്തായാലും പിന്നെ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആദ്യമായിട്ട് കാണില്ല നമ്മൾ ലൊക്കേഷൻ കാണുന്നത്, സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോൾ അത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? അതിന് പിന്നെ നെവിൻ ചേട്ടൻ കൂടെ ഉണ്ട്, വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ്. ഇതിലിപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടോ അത് ഉണ്ണിസാറിന്റെ കഴിവാണെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കണം. കാരണം സാർ എന്ത് വേണം എന്നുള്ളത് എനിക്ക് കറക്റ്റായി പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും മൂവ് ചെയ്ത് കറക്റ്റ് അത് കട്ട് ചെയ്യും, ഇത് കട്ട് ചെയ്യും. സാറിൻ്റെ ഒരു ധാരണ മാത്രമാണ് എൻ്റെ ധൈര്യം ഉണ്ടായിരുന്നതും ഇപ്പം കാണുന്നതും നന്നായിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഒരു അദ്ദേഹത്തിന് തിരിച്ചുവരവിന് ശേഷം നടത്തുന്ന നല്ല ശക്തമായിട്ടിരിക്കുന്ന കഥാപാത്രവും ഉണ്ണികൃഷ്ണന്റെ നല്ല ഡയറക്ഷനും എന്തുകൊണ്ട് നല്ലൊരു മൂവിയായിരുന്നു. തിരിച്ചുവരവാണോ ഇത്? ഉറപ്പായിട്ടും അദ്ദേഹം ചെയ്യുന്ന നല്ലൊരു പൊളിറ്റിക്കൽ മൂവിയല്ല, നല്ലൊരു വർക്ക് ആകുന്നുണ്ടായിരുന്നു. ഓൾസോ ഇപ്പം കേരളത്തിൽ കാണുന്ന ഒരുപാട് പൊളിറ്റിക്കൽ സിനാരിയോസായിട്ട് ഒരു സിമിലാരിറ്റി ഉള്ള ഒരു മൂവിയാണ്. അപ്പം അതിൻ്റെ ഒരു കാണുമ്പോൾ നമുക്കൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അതുമായിട്ട്. മറ്റോടെ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക, കാരണം അത് വെറുത്ത് വാച്ചാണ്, തിയേറ്റർ വെറുത്ത് വാച്ചാണ്. പ്രൊപ്പഗണ്ട മൂവിയായിട്ടൊന്നും മൂവിയാണ്. പറഞ്ഞില്ല, ഇത് ഫിക്ഷനും ഉണ്ട്, റിയൽ ലൈഫും എല്ലാം മിക്സ്ഡാണ് ഇതിനകത്ത്. സോ ഇത് അങ്ങനെ കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾസോ ഞാൻ പറഞ്ഞില്ല, ഇത് കണക്ട് ചെയ്യാൻ പറ്റിയേക്കും പറഞ്ഞു ഈ ഒരു പടം കാണുന്ന സമയത്ത്.